വയനാട്ടിൽ നിന്നൊരു വാർത്തയാണ്. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന. ഇടവക പഞ്ചായത്തിലെ പായോടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന ഭീതി പരത്തിയത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. റേഡിയോ കോളർ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ഷിബു ചേരുന്നുണ്ട്. ഷിബു, ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കാട്ടാന ഇറങ്ങിയത്. അതും റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ഇറങ്ങിയത്. പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ പ്രദേശവാസികൾക്ക് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? അതെ, ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ജനവാസ മേഖല എന്ന് പറഞ്ഞ മാനന്തവാടി നഗരത്തിനടുത്താണ് ഇപ്പോൾ കാട്ടാനയുള്ളത്. അതായത് മാനന്തവാടി ടൗണും ഇടവക പഞ്ചായത്തും തമ്മിൽ അതിർത്തി പങ്കിടുന്ന കബനി നദിയുടെ മാനന്തവാടി പുഴയുടെ പാലം കടന്ന് ഇപ്പോൾ മാനന്തവാടി KSRTC ഗ്യാരേജിന് സമീപം എത്തിയിട്ടുണ്ട് കാട്ടാന. വനംവകുപ്പും നാട്ടുകാരും പോലീസും ചേർന്ന് ആനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് കർണാടക വനമേഖലയിൽ നിന്നാണ് കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള കാട്ടാന എത്തിയിട്ടുള്ളത്. നാഗർകോള അതിൽപ്പെട്ട കാട്ടാനയാണ് ഇതെന്നാണ് ഇപ്പോൾ വനപാലകർ അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് വനത്തിലേക്ക് തുരത്താനുള്ള ഒരു നടപടികളാണ് സ്വീകരിച്ചത്. രാവിലെ പാല് കൊണ്ടുപോയ ക്ഷീര കർഷകരാണ് ആനയെ കണ്ടത്. തുടർന്ന് പല വീടുകളുടെയും മുറ്റത്തുകൂടിയും ജനവാസ മേഖലയിലൂടെയുമാണ് ആന സഞ്ചരിച്ചത്. പോലീസും വനം വകുപ്പും അപ്പോൾ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. നോർത്ത് വയനാട് വനം ഡിവിഷൻ ഓഫീസിന്റെ 1 കിലോമീറ്റർ അടുത്താണ് ഇപ്പോൾ ഈ ആനയുള്ളത്. KSRTC ഗ്യാരേജിന് സമീപമാണുള്ളത്. ഏതായാലും ഇതുവരെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങളോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങളും അതുപോലെ തന്നെ പോലീസും വനം വകുപ്പും ചേർന്നാണ് ആനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നേരം വെളുത്ത് ഏകദേശം 7 മണിയോട് കൂടിയാണ് കാട്ടാനയെ ജനവാസ മേഖലയിൽ കണ്ടത്. കഴിഞ്ഞ 1 മണിക്കൂർ നേരമായും ആനയെ തുരത്താനുള്ള ഒരു നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇത് കുട്ടികളും വിദ്യാർത്ഥികളൊക്കെ സ്കൂളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ വരുന്ന സമയം കൂടി ആയതിനാൽ, മാനന്തവാടി നഗരത്തിനടുത്ത ഒരു പ്രദേശം കൂടി ആയതിനാൽ ഏറ്റവും ഒരു കഠിനമായ ഒരു പ്രയത്നമാണ് ഇപ്പോൾ ഈ ആനയെ തുരത്തുന്നതിന് വേണ്ടി ഉള്ളത്. ജനവാസ മേഖല ഒഴിച്ചുള്ള മേഖലകളിലൂടെ, കാർഷിക മേഖലയിലൂടെ ആനയെ തുരത്താനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിരാ ശരി ഷിബു, വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന. എടവക പഞ്ചായത്തിലെ പായോടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന ഇറങ്ങി ഭീതി പരത്തിയത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. പോലീസും വനംവകുപ്പും സ്ഥലത്ത് കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും ഷിബു. സാമ്പത്തിക പ്രതിസന്ധി സാമൂഹിക സുരക്ഷാ പെൻഷനുകളെ ബാധിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾക്ക് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ സർക്കാർ